സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, സ്നേഹിതരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ശനിയുടെ മാറ്റം അനിഴ നക്ഷത്ര ജാതകർക്ക് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. അനിഴ നക്ഷത്രം വൃശ്ചിക രാശിയിലാണ് ജനനം കൂറ്. ഈ വൃശ്ചികക്കൂറുകാർക്ക് കണ്ടകത്ത് ശനി നടന്നുകൊണ്ടിരിക്കുകയും വ്യാഴൻ ലഗ്ന കേന്ദ്രത്തിൽ വരികയും ചെയ്യുന്ന കാലം. അപ്പോൾ 2025 മാർച്ച് 29 വരെ ഇവർക്ക് ശനി 4-ൽ കണ്ടകനായി നിൽക്കുന്നു. അതുപോലെ വ്യാഴവും നല്ല അനുകൂല സ്ഥിതി ചെയ്യുന്നു. ഇവർ കഴിഞ്ഞ 1-2 വർഷം സ്വല്പ ദുരിതങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും മാനസിക പ്രയാസങ്ങളും കുടുംബപരമായിട്ടുള്ള അരിഷ്ടതകളും അനുഭവിച്ചവരാണ്. ചെറുപ്രായത്തിലുള്ളവർ ഗ്രഹത്തിൽ നിന്ന് മാറി വിദേശത്തോ പോയി പഠിക്കുവാനും അല്ലെങ്കിൽ അവിടെ തന്നെ ജോലി ഉറപ്പിക്കുവാനും ചിലർക്ക് അവിടുത്തെ ഗ്രഹ സ്ഥായിയായി നിൽക്കുവാനും ഉള്ള കാലഘട്ടമായിരുന്നു. തൽക്കാലം അത് തുടരുകയും ചെയ്യുന്നു. പൊതുവെ അനിഴ നക്ഷത്ര ജാതകരുടെ സാമാന്യ ഫലങ്ങൾ ആദ്യം വിവരിക്കാം. ഇവർ വളരെ സത്യസന്ധരും ന്യായസ്ഥരും നീതിമാന്മാരും ആകുന്നു. സ്ത്രീ പുരുഷ ഭേദം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്ത്രീകൾക്കാണെങ്കിൽ സൗന്ദര്യം ഉള്ളവരും പുരുഷനും ഒപ്പം സൗന്ദര്യമുള്ള മുഖവും മനസ്സും ആലോചന ശക്തിയും ചിന്തയും എല്ലാം ഇവർക്ക് പൂർണ്ണമായി ലഭിച്ചിരിക്കുന്നു. ചില കാര്യങ്ങൾക്ക് അവർക്ക് ഒരു കാര്യം ചെയ്യുവാൻ അല്പം താമസം എടുക്കേണ്ടി വരും. എന്തെന്നാൽ ഇവർ ശനി ദശയിൽ ജനിക്കുന്നത് കൊണ്ട്. ശനി മന്ദനാണെന്നല്ലേ നാം പറയാറുള്ളത്. അതുപോലെ ഇവർ ഒരു മന്ദഗതി ആദ്യം എല്ലാ കാര്യത്തിനും നടത്തും. പിന്നീട് ഇവരെ ഏർപ്പെടുത്തുന്ന എല്ലാ ചുമതലകളും വളരെ ഭംഗിയായും മനുഷ്യർക്ക് ഉപയോഗപ്രദമായും തൃപ്തികരമായും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവർക്ക് സാധിക്കും. പൊതുവെ ഈ അനിഴ നക്ഷത്ര ജാതകർ നേതൃത്വ സ്ഥാനം വഹിക്കുവാൻ വളരെ അനുയോജ്യരാണ്. എന്തെന്നാൽ ഇവർക്ക് നേതൃത്വ പാടവം പൊതുവെ ജന്മനാൽ ഉണ്ടെന്ന് തന്നെ സങ്കല്പിക്കാം. ഇവർ ഒരു കാര്യത്തിനും ആരെയും ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കുകയില്ല. അവർക്ക് ചില നിഷ്ഠകളും നീതികളും കർമ്മബോധങ്ങളും ഉണ്ട്. അതിലൂടെ സഞ്ചരിക്കും. അത് വിജയത്തിലേക്ക് തന്നെ വരും. എങ്കിലും അനിഴ നക്ഷത്ര ജാതകര് ഭക്തരും ബുദ്ധിമാന്മാരും വിദ്യാസമ്പന്നരും വ്യാപിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ കഴിവ് ഉപയോഗിച്ച് അവ നടത്തുകയും പൊതുവെ കൂടുതലും സർക്കാർ സർവീസിൽ തൊഴിൽ ചെയ്യുന്നവരും ചിലർക്ക് പൊതുമേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവരും ഒരുപാട് കലാകാരന്മാരും കവികളും നാടകകൃത്തും അഭിനയ സാമ്രാട്ടുകളും അനിഴ നക്ഷത്രത്തിൽ ഉള്ളതായി നാം കാണപ്പെടുന്നു. അനിഴ നക്ഷത്ര ജാതകർക്ക് പൊതുവെ മാനസികമായും ശാരീരികമായും നല്ല ഉറച്ച ബലമാണ് കാണപ്പെടുന്നത്. വൃശ്ചികൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നു. വൃശ്ചികൻ രാശി സ്ഥിര രാശി ആയതുകൊണ്ട് അവർക്ക് ഉറച്ച മനസ്സ്, അതായത് വിചാരിച്ച കാര്യങ്ങൾ എടുത്തു ചാടാതെ പല പ്രാവശ്യം ആലോചിച്ച് ബുദ്ധിപൂർവം യുക്തിപൂർവം അതിനെ രംഗങ്ങളിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നു. ഭക്തരും നീതിമാന്മാരും സ്ത്രീകളാണെങ്കിൽ കുടുംബിനികളും പുരുഷന്മാരാണെങ്കിൽ
കുടുംബത്തെ സ്നേഹിക്കുന്നവരും പ്രത്യേകിച്ച് പൂർവികമായ ബന്ധുക്കളെ സ്നേഹിക്കുന്നവരും അവർക്ക് വേണ്ടി വളരെ ത്യാഗങ്ങൾ സഹിക്കുന്നവരും ആയിരിക്കും. ഇവർക്ക് മിക്കവാറും പൂർവിക സ്വത്തുക്കളുടെ അവകാശങ്ങൾ വന്നു ചേരും. കാരണം ശനി പൂർവികമായി ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണല്ലോ. അതുകൊണ്ട് ഇവർക്ക് പൂർവിക സ്വത്ത്, കുടുംബാഭിവൃദ്ധി, ബന്ധുജനകീർത്തി, സന്താന ഐശ്വര്യം, നല്ല പതൃസിദ്ധി, പുരുഷനാണെങ്കിൽ നല്ല ഭാര്യാസിദ്ധി എന്നിവയെല്ലാം ലഭിക്കും. ഇപ്പോൾ ഇവർക്ക് ശനി 4-ാമിടത്ത്, അതായത് കണ്ടകരാശിയിൽ നിൽക്കുന്നു. എങ്കിലും വേടന്റെ നല്ല ബലമുള്ളത് കൊണ്ട് ഇവർ കഴിഞ്ഞ 1.5 കൊല്ലം വരെ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ മാറി പുതിയ അവസ്ഥയിലേക്ക്, അതായത് നവോത്ഥാന അവസ്ഥയിലേക്ക് തിരിയാം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഗ്രഹം നന്നാക്കി പുതിയ രൂപത്തിൽ വയ്ക്കുവാൻ ശ്രമിച്ച പലർക്കും കഴിഞ്ഞ 1-2 കൊല്ലം കൊണ്ട് സാധിച്ചില്ല. തുടങ്ങി വെച്ചു, പക്ഷെ അതിനൊരു അവസാനവും അതുപോലെ തന്നെ അതിന് വേറെ മാർഗങ്ങളിലൂടെ സാമ്പത്തിക തടസ്സം, അല്ലെങ്കിൽ അടുത്ത വസ്തുക്കളുടെ തർക്കം, അല്ലെങ്കിൽ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ, ഇങ്ങനെ പല രീതിയിൽ അവർക്ക് ഗ്രഹങ്ങൾ തുടങ്ങുവാൻ താമസമുണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ ഇവർക്ക് വരുന്ന മാർച്ച് 29 വരെ ഗ്രഹം തുടങ്ങുവാനും ഗ്രഹത്തെ പൂർത്തീകരിക്കുവാനും പഴയ ഗ്രഹത്തിന് നൂതന അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുന്നു. അതുപോലെ തന്നെ സന്താനങ്ങളുടെ പഠന പുഷ്ടിയും സന്താനങ്ങൾക്ക് ഉദ്യോഗ ലബ്ധിയും കണ്ട് സന്തോഷിക്കുവാനുള്ള അവസരവും ഇവർക്ക് ഈ കാലഘട്ടങ്ങളിൽ അനുഭവമാകുന്നു. കുടുംബത്തിൽ പൊതുവെ സൽസന്താന യോഗവും, പ്രായമായവർക്ക് സന്താനങ്ങളെ കൊണ്ട് വളരെ അഭിവൃദ്ധിയും അവരിൽ നിന്നുള്ള ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഇവർക്ക് ലഭിക്കും. പൊതുവെ അനിഴ നക്ഷത്ര ജാതകർക്ക് കാലം അനുകൂലവും ദൈവാധീനം പൂർണ്ണവും, അതുപോലെ പിണങ്ങി നിന്നവർ അല്ലെങ്കിൽ വിരോധിച്ചിരുന്നവർ യാതൊരു പ്രയാസവുമില്ലാതെ വന്നടുക്കുകയും അവരിൽ നിന്നുള്ള സ്നേഹവും അനുകൂലങ്ങളും ഉപദേശങ്ങളും ലഭിക്കുവാനുള്ള കാലഘട്ടമാകുന്നു. പിന്നെ ഈ നക്ഷത്ര ജാതകർക്ക് മറ്റൊരു പ്രത്യേകത, വിദേശത്ത് പോകുവാനും അവിടെ നിന്ന് ധനം സമ്പാദിക്കാനുമുള്ള യോഗം പ്രത്യേകിച്ച് കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഇവരിൽ പലരും ഉദ്യോഗമുണ്ടെങ്കിൽ തന്നെ കാർഷിക രംഗങ്ങളിൽ വളരെ ശോഭിക്കും. ഇവർ ഒരു ചെടി നട്ടാൽ പോലും അത് വളരുകയും അത് കായ് കനികളാൽ അലങ്കരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അനിഴ നക്ഷത്രത്തിൽ നമുക്ക് 3 ഘട്ടമായി തിരിക്കാം. ആദ്യത്തെ 27 വയസ്സ് വരെ ഒരു കാലഘട്ടം, അതിനുശേഷം 27 മുതൽ 45 വരെ ഒരു കാലഘട്ടം, 45 മുതൽ 70 വരെ ഒരു കാലഘട്ടം. ആദ്യത്തെ കാലഘട്ടത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഏതാണ്ട് 10 വയസ്സിന് ശേഷം അവർ പഠനത്തിന് വളരെ വിജയിച്ചു വരികയും 15, 19, 21 ഈ കാലങ്ങളിൽ ഇവർ സാങ്കേതിക വിദ്യകളിൽ പഠിക്കുവാൻ പോവുകയും അതിൽ നിന്ന് സാമ്പത്തികമായും
നേട്ടങ്ങൾ ഉണ്ടാകുകയും ചിലർ വിദേശത്ത് പോവുകയും ചെയ്യും. വിദേശത്ത് പോകുന്നവർ പഠനത്തിനൊപ്പം തൊഴിലുകളും നടത്തും. അതുപോലെ സ്ത്രീ പുരുഷ ഭേദമന്യേ 22, 24 ഈ കാലങ്ങളിൽ തൊഴിൽ ലഭിക്കുകയും സ്ത്രീക്കാണെങ്കിൽ 24, 23, 25 ഈ കാലഘട്ടങ്ങളിൽ വിവാഹത്തിന് ഉത്തമ കാലഘട്ടമാകുന്നു. പുരുഷന് 25:30-ക്കും 27-നും മധ്യേ വിവാഹത്തിന് ഉത്തമമാകുന്നു. ശേഷം സന്താനയോഗവും ഗ്രഹത്തിന് തുടങ്ങാനുള്ള അവസരങ്ങളും ഉണ്ടാക്കപ്പെടുന്നു. അത് കഴിഞ്ഞ് വരുന്ന 27-ന് ശേഷമുള്ളവർക്ക് ഏതാണ്ട് 50-52 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലുള്ളവർക്ക് ഏറ്റവും ഉത്തമമായ കാലഘട്ടമാണ്. ഗ്രഹം വയ്ക്കുവാനും ഗ്രഹം നന്നാക്കുവാനും ഗ്രഹത്തിൽ പുതിയ ദ്രവ്യങ്ങൾ വാങ്ങുവാനുമുള്ള യോഗം കാണപ്പെടുന്നു. വാഹനയോഗം, മാനസ സൗഭാഗ്യം, ബന്ധു സൗഭാഗ്യം, ഭാര്യാഭർത്തൃ സൗഖ്യം, ബന്ധുക്കളാൽ അനുകൂലമായ കാലഘട്ടങ്ങൾ എന്നിവയെല്ലാം ഈ കാലഘട്ടങ്ങളിൽ ഇവർക്കുണ്ടാകും. പൊതുവെ ഈ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് അവർക്ക് പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞുള്ള ധനലാഭവും ആനുകൂല്യങ്ങളും, ഒരുപക്ഷെ വിദേശത്തും കൂടുതൽ സമയം കഴിയുകയും അവിടെ നിന്ന് സാമ്പത്തികമായും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി നാട്ടിൽ നല്ല ഗ്രഹങ്ങൾ നിർമ്മിക്കുവാനും വസ്തുക്കൾ വാങ്ങുവാനും കൃഷി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടത്തുവാനും ഇവർക്ക് ഈ കാലഘട്ടങ്ങളിൽ വളരെ ഉത്തമമായിരിക്കും. അതിനുശേഷം ഉള്ളവർക്ക് പൊതുവെ സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധി, സന്താനങ്ങളാൽ നേട്ടങ്ങൾ, സന്താനങ്ങളിൽ നിന്നുള്ള പൂർണ്ണ അനുകൂലങ്ങൾ, ങ്ങളിൽ നിന്നുള്ള കീർത്തി, ചില നേതൃത്വ സ്ഥാനങ്ങളിൽ ഏർപ്പെടുക, നേതൃത്വ സ്ഥാനങ്ങളിൽ നിന്ന് ധനലാഭം, ഭക്തിമാർഗം വഴി ചില ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ചില ബോർഡുകൾ എന്നിവയിൽ മെമ്പറാകുക, അതിൽ പൊതുജനങ്ങളുടെ അംഗീകാരത്താൽ ഉന്നതിയും പൊതുവെ സമൂഹത്തിൽ മാന്യമായും അർഹതപ്പെട്ടതുമായ സ്ഥാനങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. സന്താനങ്ങളെ കൊണ്ടും കുടുംബജീവിതത്തിന്റെ ബലം കൊണ്ടും ഇവർ ധന്യവാന്മാരാകുന്നു. പൊതുവെ ഇവർ ജനിക്കുന്നത് ശനി ദശയിലാണ്. ശനി ഏതാണ്ട് 10 കൊല്ലം നമുക്ക് കണക്കാക്കാം. ശനി 19 കൊല്ലം ഉണ്ടെങ്കിലും ആദ്യം ജനിക്കുന്നവർക്കാണെങ്കിൽ 17 കൊല്ലം വരെ കിട്ടും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് ജനിക്കുന്നവർക്കാണെങ്കിൽ 14 കൊല്ലം, അത് കഴിഞ്ഞ് ജനിക്കുന്നവർക്ക്, മധ്യഘട്ടം കഴിഞ്ഞ് ജനിക്കുന്നവർക്ക് 12 കൊല്ലം, അവസാന പാദത്തിൽ ജനിക്കുന്നവർക്ക് 3, 4, 5 കൊല്ലമായിരിക്കും. എങ്കിലും നമുക്കിവിടെ 10 കൊല്ലം എടുക്കാം. ഈ കാലങ്ങളിൽ കുറച്ച് ബാലപീഡകൾ അവർ അനുഭവിക്കേണ്ടി വരും. പഠനത്തിനും ഒരു മന്ദീഭാവം കാണിക്കും. എങ്കിലും വളരെ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമായിരിക്കും ഇവർ. എന്തെങ്കിലും ആ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും പഠനത്തിന് വേണ്ടി പൂജകളോ അതുപോലെ യന്ത്രധാരണങ്ങളോ കല്ലുകളോ എല്ലാം ധരിച്ച് അവർക്ക് ഈ വിദ്യയ്ക്ക് പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. അത് കഴിഞ്ഞ് അവർക്ക് ബുധദശയാണ് വരുന്നത്, 17 കൊല്ലം. ഈ ബുധദശ മറ്റ് 10 കൊല്ലവും ഈ 17 കൊല്ലവും, അങ്ങനെ 27 കൊല്ലം വരെ ബുധദശ. ഈ ബുധദശ കാലത്ത് 18, 19, 21 ഈ കാലങ്ങളിൽ പഠനം, സാങ്കേതിക വിജയങ്ങൾ, ചില മത്സര പരീക്ഷ വിജയങ്ങൾ എന്നിവയിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ഏർപ്പെടുകയും അവർ നല്ല വിജയത്തോടുകൂടി വരികയും തൊഴിൽ ലഭിക്കുകയും ചെയ്യും. ചിലർ വിദേശങ്ങളിലും
വിദേശങ്ങളിൽ പോവുകയും അവിടുന്ന് പഠിക്കുകയും അവിടെ തന്നെ ജോലി നേടുകയും ചിലർ അവിടെ തന്നെ സ്ഥിരതാമസക്കാരായി നിൽക്കുന്നതായി നാം കാണാറുണ്ട്. അന്ന് 25, 24 ഈ കാലഘട്ടങ്ങളിൽ ഇവർക്ക് നല്ല തൊഴിലും, സ്ത്രീകൾക്കാണെങ്കിൽ വിവാഹവും, പുരുഷനാണെങ്കിൽ 26, 27 വിവാഹയോഗവും തൊഴിൽപരമായ പുഷ്ടിയും കീർത്തിയും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ വരുന്നത് കേതുദശ 7 കൊല്ലം. കേതുദശയിൽ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറിയുള്ള തൊഴിൽ, ചിലപ്പോൾ ഗ്രഹം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് കൂടെ ഒരു ഗ്രഹം വാങ്ങുകയും അവിടെ താമസിക്കുകയോ അല്ലെങ്കിൽ അവിടെ മറ്റ് വാടകയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ലഭിക്കുന്ന ധനം കൊണ്ട് ധനശേഖരണം ഇവർക്ക് നടത്തുവാൻ സാധിക്കും. അതുപോലെ ഈ കേതുദശയിൽ ഇവർക്ക് കൃഷി സംബന്ധമായ കാര്യങ്ങൾ ഏർപ്പെടുന്നതും നന്നായിരിക്കും. അത് കഴിഞ്ഞ് വരുന്നത് കേതു കഴിഞ്ഞ് വരുന്നത് ശുക്രദശ 20 കൊല്ലം. ഈ ശുക്രദശാകാലത്ത് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും നേട്ടങ്ങൾ, വാഹനം, വസ്ത്രം, വച്ചുകൂട്ട്, സുഖസൗകര്യങ്ങൾ, സന്താനങ്ങളാൽ ഐശ്വര്യം, സന്താനങ്ങൾക്ക് പഠനം, പഠന വിജയം, അവർക്ക് ഉദ്യോഗാദി നേട്ടങ്ങളും ഫലമാകുന്നു. അത് കഴിഞ്ഞ് വരുന്നത് ആദിത്യദശ 6 കൊല്ലം. ഈ കാലഘട്ടങ്ങളിൽ സന്താനങ്ങളാൽ നേട്ടവും അവർക്ക് മംഗളകർമ്മങ്ങളും പുത്രപൗത്രാദി സൗഖ്യങ്ങളും അനുഭവയോഗമാകുന്നു. കേതുദശ കഴിഞ്ഞാൽ ആദിത്യദശ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ചന്ദ്രദശാകാലം. ഇവർക്ക് പൊതുവെ ചിലർക്ക് ഈ കാലഘട്ടം രാജയോഗപ്രദമായിരിക്കും, ചിലർക്ക് അല്പരോഗങ്ങളുണ്ടാകും. അത് കഴിഞ്ഞാൽ ചൊവ്വാദശ 7 കൊല്ലം. അത് കഴിഞ്ഞാൽ രാഹുർദശ 18 കൊല്ലം. ഇങ്ങനെ ഇവർ ദശാകാലങ്ങളായി വരുന്നു. ഈ ശനിദശയിൽ ജനിച്ച ഇവർക്ക് ശാസ്താവിന് നീലാഞ്ജനം, ബുധദശയിൽ ഹനുമാന് വടമാല, മുരുക സ്വാമിക്ക് അർച്ചനകൾ, ആരാധനകൾ എന്നിവ നടത്തുകയും കേതുദശയിൽ സർപ്പപ്രീതിയും ദേവിപ്രീതിയും വരുത്തിക്കൊള്ളുകയും അത് കഴിഞ്ഞ് വരുന്ന ശുക്രദശാകാലത്ത് ദേവിപ്രീതി, മുരുകപ്രീതി, അതുപോലെ തന്നെ ഗണപതിക്ക് ആഴ്ച തോറുമോ മാസം തോറുമോ അർച്ചന ഹോമങ്ങൾ നടത്തുകയും ചെയ്യുക. അത് കഴിഞ്ഞാൽ വരുന്ന ആദിത്യദശാകാലത്ത് ശിവന് ജലധാര, മൃത്യുഞ്ജാർച്ചന എന്നിവ നടത്തുക. അതിനുശേഷം വരുന്ന ചന്ദ്രദശാകാലത്ത് ദേവിപ്രീതി, ശിവപ്രീതി വരുത്തുക. അത് കഴിഞ്ഞ് വരുന്ന ചൊവ്വ ദശാകാലത്ത് മുരുകന് പഞ്ചാമൃതാഭിഷേകങ്ങൾ നൽകി ദശയുടെ ദോഷങ്ങൾ മാറ്റിക്കൊള്ളുക. പൊതുവെ ഇവർക്ക് ഇനി വരുന്ന കാലഘട്ടം വളരെ ഐശ്വര്യവും നല്ല ഗ്രഹയോഗവും വാഹനയോഗവും മാനസ സൗഭാഗ്യവും സന്താന സൗഭാഗ്യവും ഉണ്ടാകുന്നതാണ്. അനിഴ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം നിർത്തിക്കൊള്ളട്ടെ. ശുഭം.